ഹായ് ആൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും കഴിഞ്ഞ ആഴ്ച വന്ന ഒരു നോട്ടിഫിക്കേഷൻ അല്ലേ? ഹൈക്കോർട്ടിലേക്ക് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഈ ഒരു പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഡൗട്ടുകളുണ്ട് എല്ലാവർക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അവസാനം വരെ വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ കഴിഞ്ഞ 5-ാം തീയതി 12 അതായത് ഡിസംബർ മാസം 5-ാം തീയതി വന്ന നോട്ടിഫിക്കേഷനാണ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഹൈക്കോർട്ട് നേരിട്ട് നടത്തുന്ന ഒരു എക്സാമാണ്, അതായത് കേരള PSC നടത്തുന്നതല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് PSC പ്രൊഫൈൽ വഴിയല്ല നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ ഹൈക്കോർട്ടിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ടാണ് നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അവിടെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 27,900 മുതൽ 63,700 വരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് സ്കെയിൽ ഓഫ് പേ പറഞ്ഞിരിക്കുന്നത്. വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 14/2024 എന്നുള്ള റിക്രൂട്ട്മെന്റ് നമ്പറിൽ NCA നോട്ടിഫിക്കേഷൻ ആണ്. മുസ്ലിം കാറ്റഗറിയിൽ 1, അതുപോലെ തന്നെ 15/2024 എന്ന് പറയുന്ന റിക്രൂട്ട്മെന്റ് നമ്പറിൽ 11, അതായത് ജനറൽ ആയിട്ട് 11 ആണ്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ഇൻക്ലൂഡിംഗ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്, റെഗുലർ വേക്കൻസി ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ 2 റിക്രൂട്ട്മെന്റ് നമ്പറിലായിട്ട് ഒന്ന് മുസ്ലിമും ഒന്ന് ജനറലും 15/2024 ഇങ്ങനെ 2 റിക്രൂട്ട്മെന്റ് നമ്പറിലാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഇൻ കേസ് നിങ്ങൾ മുസ്ലിം ആണ് എങ്കിൽ നിങ്ങൾക്ക് 2നും അപ്ലൈ ചെയ്യാനായിട്ട്, 2 കാറ്റഗറി നമ്പർ അല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് 2നും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് ക്വാളിഫിക്കേഷൻ ഇതിനെ കുറിച്ചിട്ടൊക്കെ എല്ലാവർക്കും സംശയമുണ്ട്. അപ്പോൾ അതന്നെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന് പറയുന്നത് നല്ല പ്രൊമോഷൻ സാധ്യതയുള്ള പോസ്റ്റ് തന്നെയാണ്. ഇത് ഗ്രേഡ് 1ലേക്കും പിന്നെ സീനിയർ ഗ്രേഡ് അങ്ങനെ ആയിട്ട് നമ്മൾ കയറി പോകുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. ധാരാളം പ്രൊമോഷൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ഏത് ഈ ഒരു കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന് പറയുന്നത്. പ്രൊമോഷൻ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ എല്ലാവർക്കും സംശയമുണ്ട്. അപ്പോൾ ഗ്രേഡ് 1 ആവാം, പിന്നെ സീനിയർ ഗ്രേഡ് ആവാം, അങ്ങനെ നമുക്ക് കയറി പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. ജനറൽ ആയിട്ട് നിങ്ങൾ റിസർവേഷൻ ഒന്നും ഇല്ല, ജനറൽ കാറ്റഗറിയിൽ പെടുന്നവരാണ് എങ്കിൽ 2/1/1988 അതുപോലെ തന്നെ 1/1/2006 ഇടയ്ക്ക് ജനിച്ചവരാണ് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും, ജനറൽ ആയിട്ടുള്ളവർക്ക്. ഇനി അതുപോലെ തന്നെ SC ST അങ്ങനെയുള്ളവർക്കാണെങ്കിൽ 83 മുതൽ 2006 അവർ കൃത്യമായിട്ട് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. 2/1/1983 മുതൽ 1/1/2006 വരെ ഇതിൻ്റെ ഇടയിൽ ജനിച്ചവരാണെങ്കിൽ പറ്റും. 2 ദിവസവും ഇൻക്ലൂഡഡ് ആണ്. ദെൻ OBC കാറ്റഗറിയിൽ പെടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ 85 മുതൽ 2006 വരെ. പിന്നെ എക്സ് സർവീസ്മാനും അതുപോലെ അങ്ങനത്തെ ടെറിട്ടോറിയൽ ആർമി പേഴ്സൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏജ് റിലാക്സേഷൻ ഒക്കെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ റിസർവേഷൻ ഉള്ളവരാണ് എങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ, അടുത്തതാണ് ക്വാളിഫിക്കേഷൻ. ഇപ്പോൾ ക്വാളിഫിക്കേഷനിൽ എല്ലാവർക്കും കുറേ സംശയമുണ്ട്. ഇവിടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞത് +2 ഓർ ഇക്വാലന്റ് എന്നാണ്. അതായത് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊന്നും ഇല്ല. നിങ്ങൾ ഡിഗ്രി പാസ്സാണെങ്കിലും ഡിഗ്രിയോ PGയോ PhDയോ എന്ത് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് KGTE ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. +2 ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ആണ്. ഹയർ ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇനി KGTE ഹയർ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷിൽ KGTE ഹയർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിന് ഇക്വാലൻസി ആയിട്ട് വരുന്ന കോഴ്സുകളൊക്കെ ഉണ്ട്. VHSCയിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ പോളിടെക്നിക്കിൽ ഡിപ്ലോമ കോഴ്സുകളൊക്കെ വരുന്നുണ്ട് ഇല്ലേ? അതിന് ഇക്വാലൻസി ആയിട്ട് വരുന്നവയാണ്. അത് നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ VHSC ഒക്കെ നിങ്ങൾ വൊക്കേഷണൽ സബ്ജക്റ്റ് ആയിട്ട് ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതുപോലെ PG കഴിഞ്ഞ ഇപ്പം MSc കമ്പ്യൂട്ടർ സയൻസോ MSc IT MCA BTech കമ്പ്യൂട്ടർ സയൻസ് ഇങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻസ് ഒന്നും തന്നെ KGTക്ക് ഇക്വാലൻസി അല്ല.
PGDCA, DCA പോലെയുള്ള കോഴ്സുകളൊന്നും തന്നെ KGTക്ക് ഇക്വാലൻ്റ് അല്ല. അതിവിടെ ഡിസൈറബിൾ പറഞ്ഞിരിക്കുന്നിടത്ത് നമുക്കത് അവിടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നേ ഉള്ളൂ. അതും ഡിസൈറബിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഓർ ഇക്വാലൻ്റ്, അതിനാണ് നമുക്ക് BTech കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ MSc IT യോ MSc കമ്പ്യൂട്ടർ സയൻസോ MCAയോ BCAയോ അങ്ങനെ ഏത് കോഴ്സ് വേണമെങ്കിലും നമുക്ക് ഈ ഡിസൈറബിൾ ആയിട്ട് കമ്പ്യൂട്ടർ നോളേജിന്റെ ഇക്വാലൻസി ആയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഒരിക്കലും KGTക്ക് ഇക്വാലൻസി ആയിട്ട് ഇതുപോലെയുള്ള കമ്പ്യൂട്ടർ കോഴ്സുകളൊന്നും പറ്റില്ല. ഓക്കെ, അതിന് ഇക്വാലൻസി എന്ന് പറയുന്നത് നമ്മൾ വൊക്കേഷണൽ സബ്ജക്റ്റ് ആയിട്ട് പഠിക്കുന്നതോ അല്ലെങ്കിൽ സെക്രട്ടറിയൽഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോഴ്സുകളൊക്കെ ഇല്ലേ, അതൊക്കെ നിങ്ങൾ കിട്ടുവാണെന്നുണ്ടെങ്കിലാണ് KGTക്ക് ഇക്വാലൻ്റ് ആയിട്ട് വരുള്ളൂ. ദെൻ ഇക്വാലൻ്റ് ക്വാളിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഓർഡർ നോക്കിയിട്ടാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ KGT റിസൾട്ട് വന്നിരിക്കുന്ന സമയമാണ് അല്ലേ, സർട്ടിഫിക്കറ്റ് പലർക്കും കിട്ടിയിട്ടില്ല. ഇപ്പൊ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് അക്വയർഡ് ഓൾ ദ ക്വാളിഫിക്കേഷൻ ഓൺ ഓർ ബിഫോർ ദ ഡേറ്റ് ഫിക്സ്ഡ് ഓർ ക്ലോഷർ ഓഫ് ഫില്ലിംഗ് ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അത് അവസാനിക്കുന്ന ഡേറ്റിന് മുൻപായിട്ട് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കണം. നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് വേണമെന്നില്ല. പലർക്കും KGT സർട്ടിഫിക്കറ്റ് ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെ, കിട്ടാത്തവരുണ്ട്. അപ്പൊ റിസൾട്ട് വന്നിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് കിട്ടാത്തവരുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല. നിങ്ങൾ പാസ്സായി എന്നുള്ളത്, നിങ്ങൾ ആ ക്വാളിഫൈഡ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ നോക്കിയാൽ മതി. സർട്ടിഫിക്കറ്റ് നമുക്ക് ഇതിനൊരു പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നമ്മൾ ഹാജരാക്കിയാൽ മതിയാകും. ഓക്കെ, അപ്പം അതിനു മുമ്പ് നിങ്ങൾ റിസൾട്ട് വന്ന് പാസ്സായിരിക്കണം എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സെലക്ഷൻ എന്ന് പറയുന്നത്, സെലക്ഷൻ വിൽ ബി ഓൺ ദ ബേസിസ് ഓഫ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആൻഡ് ടൈപ്പിംഗ് ടെസ്റ്റ്. 2 ടെസ്റ്റ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ടെസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ടൈപ്പിംഗ് ടെസ്റ്റും വരുന്നുണ്ട്. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് സാധാരണ PSC ഒക്കെ നടത്തുന്ന പോലെ ഒരു OMR എക്സാം ആണ്. അതിൽ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി 50 മാർക്ക്. ഇപ്പോൾ വേർഡ്, പവർ പോയിന്റ് അങ്ങനെയുള്ള കാര്യങ്ങളും ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളേജും ഒക്കെയാണ് അവിടെ വരുന്നത്. ദെൻ ജനറൽ നോളേജ് ആൻഡ് കറണ്ട് അഫെയർ 30 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക്. ഓക്കെ, അപ്പൊ ഇതാണ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെയാണ് ടൈപ്പിംഗ് ടെസ്റ്റ്. Typing test will be conducted only to those candidates shortlisted on the basis of objective test. അപ്പോൾ ഒബ്ജക്റ്റീവ് ടെസ്റ്റിന്റെ റിസൾട്ട് വന്ന്, അതായത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരെ മാത്രമാണ് ടൈപ്പിംഗ് ടെസ്റ്റിന് വിളിക്കുന്നത്. ടൈപ്പിംഗ് ടെസ്റ്റ്, ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റും ഉണ്ട്, കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റും ഉണ്ട്, രണ്ടും ഉണ്ട്. ടൈപ്പിംഗ് ടെസ്റ്റ് 80 മാർക്കിലും കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ് 20 മാർക്കിലും, അങ്ങനെയാണ്. അതും 100 മാർക്കിലാണ് എക്സാം വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ടൈപ്പിംഗ് ടെസ്റ്റ് എങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷന് തൊട്ട് താഴെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് PSC നടത്തുന്ന ഒരു പരീക്ഷയല്ല. അതുകൊണ്ട് തന്നെ ഹൈക്കോർട്ട് നടത്തുന്ന പരീക്ഷ ആയതുകൊണ്ട് ഹൈക്കോർട്ടിന്റെ സൈറ്റിൽ കയറിയിട്ട് 1 ടൈം വെരിഫിക്കേഷൻ നടത്തിയിട്ട് നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതുവഴിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഫീ അടയ്ക്കണം. 500 രൂപയാണ് ജനറൽ ആയിട്ടുള്ളവർക്കൊക്കെ ഫീ വരുന്നത്. ഇനി ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, പിന്നെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ്, അത് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഒക്കെ പേയ്മെൻറ്റിൽ നിന്ന് എക്സെപ്ഷൻ ഉണ്ട്. പിന്നെന്താണ്, നമുക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടോ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ഉള്ളത്. ഇത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, കേരള PSC നടത്തുന്ന പരീക്ഷയല്ല. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ആ ഒരു പ്രൊഫൈൽ വഴിയാണ് കിട്ടുക. അതായത് ഹൈക്കോർട്ടിൻ്റെ പ്രൊഫൈൽ വഴിയാണ് കിട്ടുക. അപ്പോൾ ഹാൾ ടിക്കറ്റ് വന്നാലും അതുപോലെ ഷോർട്ട് ലിസ്റ്റ് വന്നാലും ഒക്കെ നമ്മൾ കാണുന്നത് ആ ഒരു പ്രൊഫൈലിലായിരിക്കും. ഓക്കെ, ദെൻ ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, ഇതിൻ്റെ എക്സാം സെൻറ്റർ എന്ന് പറയുന്നത് എറണാകുളമാണ്. ഇത് ഒബ്ജക്റ്റീവ് ടെസ്റ്റിൻ്റെ ആയാലും ടൈപ്പിംഗ് ടെസ്റ്റിൻ്റെ ആയാലും എറണാകുളമാണ് സെൻറ്റർ പറഞ്ഞിരിക്കുന്നത്. വേറെ എവിടെയും സെൻറ്റർ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ കാസർഗോഡ് ഉള്ളവരാണെങ്കിൽ കൂടി നിങ്ങൾ എവിടെ വന്ന് എക്സാം എഴുതണം, എറണാകുളത്ത് വന്ന് എക്സാം എഴുതേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ അതിൽ കുറച്ച് റൂൾസ് ഒക്കെ പറയുന്നുണ്ട്, മാൽ പ്രാക്ടീസസ് കാണിക്കരുത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദെൻ 1 ടൈം രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെങ്ങനെയാണ് നിങ്ങൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ KGT ക്വാളിഫിക്കേഷൻ ഉള്ളവർ തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവാം മുൻപ്.
അല്ലേ? 2 മാസം മുൻപ് നടന്നൊരു പരീക്ഷയായിരുന്നു. അപ്പോൾ ആ പരീക്ഷയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഓൾറെഡി വൺ ടൈം രജിസ്ട്രേഷൻ വഴി നിങ്ങളത് ചെയ്തിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തവരാണ് എങ്കിൽ ആ പ്രൊഫൈലിൽ തന്നെ കയറിയിട്ട് നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ OA പരീക്ഷയ്ക്ക്, OAക്ക് ഡിഗ്രി പറ്റില്ലായിരുന്നു, പക്ഷേ ഇവിടെയും ഡിഗ്രി വേണമെന്നില്ലല്ലോ. ഇനി OA പരീക്ഷയ്ക്കും അപ്ലൈ ചെയ്തവരൊക്കെ ഉണ്ട് എങ്കിൽ, ഹൈക്കോർട്ട് OA പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തവരൊക്കെ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു പ്രൊഫൈല് വഴി നിങ്ങൾക്ക് കയറിയിട്ട് നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. വീണ്ടും വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതില്ല, പക്ഷേ നിങ്ങൾ ഇവിടെ ഫീ വീണ്ടും അടയ്ക്കേണ്ടതായിട്ട് വരും. അന്ന് നിങ്ങൾ അസിസ്റ്റന്റിനോ അല്ലെങ്കിൽ OAക്കോ അടച്ച ഫീ പോരാ, ഓരോ നോട്ടിഫിക്കേഷനും വേറെ വേറെ ഫീ നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ രണ്ടാമതും നിങ്ങൾ ഫീ അടയ്ക്കേണ്ടതായിട്ട് വരും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചന്വേഷിക്കാവുന്നതാണ്. അഡ്മിഷൻ ടിക്കറ്റ് നമ്മൾക്ക് ഈ ഒരു ഇതിൽ തന്നെയാണ് വരിക, പ്രൊഫൈലിലാണ് വരിക, നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊഫൈലിലാണ് വരിക. അത് എന്താണ്, റൈറ്റിംഗ് ടെസ്റ്റിൻ്റെ 3 ആഴ്ച മുൻപായിട്ടായിരിക്കും നമുക്ക് വരിക. നമ്മളത് കയറുക, ഡൗൺലോഡ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ചിലപ്പോൾ SMS ആയിട്ട് ഇമെയിൽ ആയിട്ടൊക്കെ നമുക്ക് വരും. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ആപ്ലിക്കേഷൻ അയക്കേണ്ട പോർട്ടൽ ഇപ്പോൾ ഓപ്പൺ ആണ്. അതായത് നമുക്ക് 9-ാം തീയതി മുതൽ നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാമായിരുന്നു. 6/1/2025 വരെ, അതായത് ജനുവരി 6-ാം തീയതി വരെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓൺലൈൻ മാത്രമേ ആപ്ലിക്കേഷൻ ഉള്ളൂ, ഓഫ്ലൈനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ 9-ാം തീയതി, ഡിസംബർ 9-നും ജനുവരി 1-നും ഇടയ്ക്കായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? ഓൺലൈൻ മോഡിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഡേറ്റിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യണം. ഇനി അതല്ല, നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓഫ്ലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് 9/1/2025 മുതൽ, അതായത് ഡിസംബറിൽ നമ്മൾ അപ്ലൈ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെന്താണ്, ഈ ഓൺലൈൻ മോഡിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് അതിനുശേഷം ജനുവരി 9-ാം തീയതിയാണ് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അത് 15-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട്, അതായത് ഓഫ്ലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ ബാങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് ചെല്ലാനെടുത്ത് അടയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ട് എങ്കിൽ ഇവിടെ നമ്പർ തന്നിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കോൺടാക്ട് ചെയ്ത് ചോദിക്കാം. മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടാകുക. ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ പറഞ്ഞല്ലോ, 50 മാർക്ക്, 30 മാർക്ക്, 20 മാർക്ക്. ഇവിടെ PSC പരീക്ഷ പോലെയല്ല, 1/4 മാർക്കാണ് ഒരു റോങ് ആൻസറിന് ഡിഡക്റ്റ് ആവുന്നത്. അതായത് 4 എണ്ണം തെറ്റിക്കഴിഞ്ഞാൽ 1 മാർക്ക് ഡിഡക്റ്റ് ആവും. അതുപോലെ തന്നെ 75 മിനിറ്റ് ആണ് പരീക്ഷ എന്ന് പറയുന്നത്. 75, 1.25 മണിക്കൂറാണ് പരീക്ഷ. അതിന് സെൻറ്റർ എറണാകുളം തന്നെയേ ഉള്ളൂ. വേറെ ഏതെങ്കിലും സെൻറ്റർ നമുക്ക് ചൂസ് ചെയ്യാനൊന്നും പറ്റില്ല. എല്ലാ കാൻഡിഡേറ്റിനുള്ള എക്സാം നടക്കുന്നത് എറണാകുളത്തായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ വേറെ ക്വാളിഫിക്കേഷനിലുള്ള ഡൗട്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു തരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു നല്ലൊരു അവസരത്തെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവരൊക്കെ തന്നെ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാം, നല്ല രീതിയിൽ പഠിക്കുകയും ചെയ്യാം. കാരണം നല്ലൊരു അവസരമാണ്, ധാരാളം പ്രൊമോഷൻ സാധ്യതകൾ കൂടെയുള്ള ഒരു പോസ്റ്റാണ്, നല്ല സ്കെയിൽ ഓഫ് പേയും കൂടിയാണ് അല്ലേ? പ്രത്യേകിച്ച് നമുക്ക് അധികം ട്രാൻസ്ഫറുകളൊന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് എറണാകുളത്ത് തന്നെ, വേറെ ബെഞ്ചുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എറണാകുളത്ത് തന്നെ നമുക്ക് പോസ്റ്റിങ്ങും അല്ലേ, നമുക്ക് റിട്ടയർ ആകുന്നത് വരെ വേറെ എവിടെയും നമുക്ക് ജോലിക്ക് പോകണ്ട, ഇവിടെ തന്നെ നമുക്ക് ജോലി ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനത്തെ കുറേ സെക്യൂരിറ്റീസ് ഉള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ഇത്. അതുകൊണ്ട് ക്വാളിഫിക്കേഷനുള്ള നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 2 വർഷമാണ്. വളരെ പെട്ടെന്ന് തന്നെ റാങ്ക് ലിസ്റ്റും വന്നിട്ട് അപ്പോയിൻമെൻറ്റ് നടക്കാൻ സാധ്യതയും കൂടിയുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് 2 വർഷമേ കാലാവധിയുള്ളൂ, അതും കൂടി ഓർക്കുക. അപ്പോൾ നല്ലൊരു പോസ്റ്റാണ്. നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല റാങ്കിൽ മുന്നിലെത്താനും പറ്റും, വളരെ പെട്ടെന്ന് തന്നെ സർവീസിൽ കയറാനും പറ്റും. അപ്പോൾ
കേരള PSCയും ഇതുപോലെ ടൈപ്പിസ്റ്റ് പരീക്ഷകൾ നടത്തുന്നുണ്ട്. ഈ ഒരു വർഷം നമ്മൾ അവസാനം കാത്തിരിക്കുന്ന ഡിസംബർ അവസാനത്തോടു കൂടി കാത്തിരിക്കുന്ന മറ്റൊരു നോട്ടിഫിക്കേഷനാണ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ പല പരീക്ഷകളും ടൈപ്പിസ്റ്റ് ക്വാളിഫിക്കേഷനുള്ള നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷനെ പറ്റിയിട്ടും ഇതിൻ്റെ സാധ്യതകളെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും. ഇങ്ങനെ ഈ ഒരു സംശയങ്ങളെല്ലാം മാറ്റിത്തരുന്നതിന് വേണ്ടിയിട്ട് ഈ വരുന്ന 18-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് ഒരു ക്വസ്റ്റനെയറുമായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലൈവായിട്ടുള്ള ഒരു സെഷനിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടായിരിക്കും. ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക. ആ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ഈ ഒരു വെബിനാറിൽ കയറാനുള്ള ലിങ്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. മാത്രമല്ല, നമ്മൾ ടൈപ്പിസ്റ്റ് പരീക്ഷകൾക്കുള്ള ലോങ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. PSC നടത്തുന്ന ക്ലർക്ക് ടൈപ്പിസ്റ്റ് പോലെയുള്ള പരീക്ഷകൾക്ക്. കാരണം അതിൻ്റെ ക്വാളിഫിക്കേഷനിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വേറെ കോഴ്സായിട്ട് തന്നെ ഇപ്പോൾ ക്ലർക്ക് ടൈപ്പിസ്റ്റ് പരീക്ഷകൾക്കുള്ള ലോങ് ബാച്ചുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഹൈക്കോർട്ടിലേക്കുള്ള കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ഈ ഒരു പോസ്റ്റിലേക്കുള്ള എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒബ്ജക്റ്റീവ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ബാച്ചും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഈ ഒരു കോഴ്സുകളെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടും പുതിയ നോട്ടിഫിക്കേഷനിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടൊക്കെ അറിയാനായിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്